അപ്പോൾ ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കരക്കിഴങ്ങ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതൂ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 4 എണ്ണം നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 1/2 കിലോ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ 2-3 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക. വലിയ 2-3 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കേണ്ട, അത് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇത് വേവിക്കാം. ഇതുപോലൊരു ചെരുവത്തിൽ നികക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചക്കരക്കിഴങ്ങ് ഇടുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് തിള വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. ഇത് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കാരണം തന്നെ ഇത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ഉടഞ്ഞു പോവും. പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല, അതൊക്കെ പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആ സ്റ്റീമൊക്കെ പോയിട്ട് അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. തൊലി കളഞ്ഞിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇത് വേവാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മുതൽ 20 മിനിറ്റൊക്കെ മതി. അതിനുള്ളിൽ വെന്ത് കിട്ടും. ചില ചക്കരക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലതിന് സമയമെടുക്കും. ഇനി ഇതാ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അധികമൊന്നും വേണ്ട, ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. 1 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്, ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഇട്ടിട്ട് ഇത് വറുത്തെടുക്കുക കേട്ടോ. നന്നായിട്ട് സൈഡിലൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും, ആ ഒരു രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ചൂടായി കിട്ടാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വറുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ആയി വരുന്നതോടുകൂടി ഫ്ലെയിം കുറച്ച് കൊണ്ടുവന്നാൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കളർ മാറി തുടങ്ങി ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങും സൈഡൊക്കെ. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ച കാരണം ഇതിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം. മുൻപൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കനലിൽ ചുട്ടിട്ടാണ് ഈ ചക്കരക്കിഴങ്ങ് കഴിച്ചിരുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വേറെ ഒന്നും വേണ്ട, വെറുതെ അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാനൊന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇതിന് നല്ല രുചിയാണ് കേട്ടോ. ചായക്കൊപ്പം കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള സവാള, പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കടുക് വറുത്തിട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തിട്ടിട്ടും ഇതുണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത ഒരു കളറൊക്കെ കിട്ടും. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റുക. ഇതിൻ്റെ കൂടെ മറ്റ് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ക്യാപ്സിക്കം ഇതെല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ വറുത്ത് വെച്ച ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി എരിവും ഒക്കെ കൂടിയാകുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പൊട്ടാസ്യം, മഗ്നീഷ്യം, അതുപോലെ കാൽഷ്യം ഒക്കെ ഉണ്ട്. അതുപോലെ വൈറ്റമിൻ എ ഉണ്ട്. അത് കാരണം ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ളതാണ്. അപ്പോൾ കണ്ണുകൾക്കൊക്കെ വളരെ നല്ലതാണ്. നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള കാരണം ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇതിലത്തെ കാർബോഹൈഡ്രേറ്റ്സ് ഒരു നല്ലതാണ്. ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ BP-ക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് പിന്നെ ഈ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്